ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവ ഭക്തമക്കൾക്കും ആയുസ്സും ആരോഗ്യവും രോഗശാന്തിയും ഈ ലോക ജീവിത സുഖവും ആധ്യാത്മികമായ നന്മകളും ഈശ്വരകൃപയും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അഹിംസ പരമോധർമ്മ കുറച്ച് നാളായി നമ്മൾ എല്ലാം മറന്നുപോയി കാണും. നമ്മൾ ഗുരുവെ പരീക്ഷിച്ച് സ്വീകരിക്കണമൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു കാണുമെന്ന് എനിക്കറിയാം. കുറേ ദിവസമായില്ലേ. ഉമാസഹായ പാതാരവിന്ദാഭ്യാം നമ. അഹിംസ പരമോധർമ്മ. നമുക്ക് എന്താ ധർമ്മം? അഹിംസ. ഒന്നിനെയും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ ഒരു ദ്രോഹവും ആരോടും ചെയ്യാതിരിക്കുക, ഒരു എറുമ്പിനെ പോലും ദ്രോഹിക്കാതിരിക്കുക. അതാണ് അഹിംസ. ഒന്നിനെ ഉപദ്രവിക്കാതിരിക്കുക, മനസ്സുകൊണ്ട് പോലും ചിന്തിച്ചുകൂടാ. വന്ദിച്ചു സൽഗുരുപാദത്തെയും വന്ദിച്ചു സിദ്ധ സമൂഹത്തെയും വന്ദിച്ചു ചൊല്ലുന്നേനീശനെയും ജ്ഞാനം വന്നിടാൻ വേണ്ടിയൻ ജ്ഞാനപ്പെണ്ണി. നമുക്ക് ജ്ഞാനം വരാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അറിവുണ്ടാകണം. ഈശ്വരൻ അറിവാകുന്നു. അറിവ് വരാതെ എങ്ങനെ നമ്മൾ ഈശ്വര സാക്ഷാത്കാരം നേടും? ഈശ്വരനെ എങ്ങനെ അറിയും? നമ്മൾ അഹം ബ്രഹ്മമാകുന്നത് എങ്ങനെയാണ്? ഈശ്വരനെ അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴല്ലേ നാം തന്നെയാണ് സർവ്വം എന്ന് എല്ലാവരും ഈ ലോകത്തുള്ള എല്ലാത്തിലും പരമാത്മാ ചൈതന്യം നിറഞ്ഞിരിപ്പുണ്ട്. എന്നാൽ സൂര്യൻ്റെ പ്രകാശം നമ്മളിലെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ സൂര്യൻ്റെ അടുക്ക ചെല്ലാനോ സൂര്യൻ നമ്മളിൽ വന്നിരിക്കാനോ പറ്റില്ല. എന്നാൽ നമ്മൾ സൂര്യപ്രകാശത്തെ തന്നെയാണ് കഴിയുന്നത്. അതുപോലെയാണ് ചൈതന്യം. പരമാത്മാ ചൈതന്യം നമ്മുടെ ഈ അഖണ്ഡം മൊത്തവും നിറഞ്ഞു വ്യാപിച്ചിരിക്കുക. നമ്മൾ അതിൽ തന്നെയാണ് നമ്മളെല്ലാം വസിക്കുന്നത്. അതുകൊണ്ട് അതായത് ഒരു മുറിയിൽ ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ അതിൻ്റെ സുഗന്ധം ആ മുറി മൊത്തവും നിറയും. അപ്പം നമ്മുടെ ദേഹത്തും അതിൻ്റെ മണം, നമ്മുടെ ഇവിടെ എന്തെല്ലാം നമ്മുടെ ഈ മുറിയിലുണ്ടോ അതിലെല്ലാം മണം ഉണ്ടാകും. എന്താ? ചന്ദനത്തിരിയുടെ പുക ഇലടോ നിറയുമ്പോൾ ആ മണം, അതായത് ഈശ്വര ചൈതന്യം എന്ന് അത് ഉൾക്കൊള്ളണം. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ നമ്മുടെ ഈ മുറി നിറഞ്ഞിട്ട് എങ്ങോട്ട് പോകും? വെളിയിലും ഉണ്ട് മണം. എന്താ? അത് എല്ലായിടും വ്യാപിക്കുന്നു. അപ്പം പിന്നെ അതുപോലെ ഒരു ഉദാഹരണം തരുമ്പോൾ ഈ ലോകം ഒരു മുറിയാന്ന് കൂട്ടിക്കോ. ലോകം മൊത്തവും ഒരു മുറി അഖണ്ഡം നിറഞ്ഞിരിക്കുക. എന്തുവാ? പരമാത്മ ചൈതന്യം. അതിലല്ലാണ് നമ്മളും വസിക്കുന്നത്. കുറേ പ്രപഞ്ചം മൊത്തവും അതിനകത്ത് വസിക്കുന്നു. അപ്പോൾ ഇതിലെല്ലാം പരമാത്മ ചൈതന്യം സർവ്വത്തിലുണ്ട്. അത് തൂണിലും തുരുമ്പിലും വരെ ഉണ്ട്. കാരണം ഒരു ജീവനില്ലാത്തതിലും കൊണ്ട്. അതുകൊണ്ടാണല്ലോ നരസിംഹമൂർത്തി അവിടെ ഒരു തൂണ് വിടർന്ന് വന്നത്. അപ്പോൾ ആ തൂണിൽ വരെ ഉണ്ട്. അതായത് ചന്ദനത്തിരിയുടെ മണം നമ്മുടെ മുറിക്കകത്ത് ഒരു കസേരയിച്ച നോക്കി അതിലും മണക്കുന്നു. എല്ലായിടും ആ മണം വ്യാപിക്കുന്നു. അതുപോലെ തന്നെയാണ് ചൈതന്യം മൊത്തത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാം അതിൽ വസിക്കുമ്പോൾ നമ്മളെല്ലാം ആ ചൈതന്യമുണ്ട്. നമ്മുടെ അകവും പുറവും എല്ലാം ആ ചൈതന്യം. നമ്മൾ ഒരു ശ്വാസം എടുക്കുമ്പോൾ വായു എങ്ങനെ ഉള്ളിലുണ്ട്, അതുപോലെ തന്നെയാണ് പരമാത്മ ചൈതന്യവും നിറഞ്ഞിരിക്കുകയാണ്. അതിൽ തന്നെയാണ് നമ്മളെല്ലാം വസിക്കുന്നത്. എന്നാൽ ഈ ലോകത്തുള്ള സർവ്വ ഒരു ഈ നമ്മളുടെ ഉള്ളിൽ ചൈതന്യം ഉള്ളതുപോലെ തന്നെയാണ് ഈ മാലിന്യത്തിലും. ഈ ഇപ്പോൾ സൂര്യപ്രകാശം, ഒരു മാലിന്യത്തിനകത്ത് പ്രകാശം തട്ടിക്കൂടാ എന്ന് പറയാൻ പറ്റുമോ? ആ പ്രകാശം മാലിന്യം എവിടെയെങ്കിലും അതിലും ഉണ്ട്. അതുകൊണ്ട് അതിൽ സൂര്യൻ വസിക്കുന്നു? ഇല്ല. ആ ഒരു പ്രകാശം ഭൂമി നിറച്ചിരിക്കുകയല്ലേ. അവിടെ ഇന്ന സ്ഥലത്ത് ഇപ്പം നദിയിലായാലും എവിടെ ആയാലും എവിടെ ഒഴിച്ചുകൂടാതെ സർവ്വ സ്ഥലത്തും സൂര്യപ്രകാശം എത്തുന്നത് പോലെ തന്നെയാണ് ഈ ചൈതന്യം, പരമാത്മ ചൈതന്യം സർവ്വടത്തും വ്യാപിച്ചിരിക്കുക. അത് ആ ഇന്നടത്ത് വ്യാപിക്കത്തില്ല, അത് വേറെയാണ്, അവിടെ വൃത്തിയില്ലാത്തതാണെന്ന് പറയൂ? ഇല്ല. അങ്ങനെയാണ് ഈ ലോക നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപൻ. ഈ സൂര്യൻ, അതിന് ഉപമിക്കാൻ സൂര്യനെ കൊണ്ടേ പറ്റൂ. സൂര്യപ്രകാശം സർവ്വത്വം വ്യാപിച്ച് അവിടെ ആ ഇന്ന ഭാഗത്ത് വൃത്തികേടാണ്, അതുകൊണ്ട് അവിടെ എനിക്ക് പറ്റത്തില്ല എന്ന് സൂര്യദേവൻ പറയൂ? അപ്പോൾ അതുപോലെ എല്ലായിടും നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം എന്താ, അത് ഞാനൊരു ഉദാഹരണം ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കണ്ടേ. നമ്മുടെ ഹൃദയത്തിൽ അപ്പം ഈ ചൈതന്യത്തെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ അതിൻ്റെ അപ്പം പരമാത്മാവിൽ നിറഞ്ഞ് കവിയണമെങ്കിൽ അത്രത്തോളം എങ്ങനെ നമ്മുടെ എല്ലായിടും വ്യാപിച്ചിരിപ്പുണ്ട്. പക്ഷേ ഒരു ശുദ്ധ ഹൃദയത്തിലാണെങ്കിലോ കൂടുതൽ വ്യാപിച്ചിരിക്കും. അതെങ്ങനെ വ്യാപിക്കും? നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ. അത് നമ്മൾ എങ്ങനെ പ്രാർത്ഥനയിൽ കൂടി ആരാധിച്ച് ഈശ്വര ചൈതന്യത്തെ നമ്മൾ ഉൾക്കൊണ്ട് ആവാഹിച്ച് നമ്മുടെ ഹൃദയം മൊത്തം തിങ്ങി നിറയ്ക്കാൻ നമുക്ക് കഴിവുണ്ടാവും.
നമുക്കിപ്പോൾ ഒരു ഗുരുകൃപ, ഒരു ഗുരുവിൻ്റെ എല്ലാം വേണമല്ലോ. എന്താ ഒരു ഉപദേശം നമുക്കില്ല, നമുക്ക് അറിയില്ലല്ലോ. എന്തൊക്കെ നമ്മൾ എന്തെല്ലാം വഴി കൂടെ പോയാലാണ് നമുക്ക് ആനന്ദമാണ്, ഈശ്വര ആനന്ദം അനുഭവിക്കാൻ ഒക്കൂ എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഒന്നീ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച് പഠിക്കണം. എന്നാലും പഠിക്കാൻ ചിലർക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് കാണത്തില്ലല്ലോ. അപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ തന്നെ വായിച്ച് പഠിക്കണം. എന്നാലും ഈശ്വരൻ്റെ ഒരു നോട്ടം നമുക്ക് വേണം. ഒരു കൃപ വന്നെങ്കിൽ നമുക്കത് യഥാർത്ഥമായി നമുക്ക് അത് സാക്ഷാൽ നമുക്ക് അഹം ബ്രഹ്മമായി മാറണമെങ്കിൽ ഇതെല്ലാം കൂടെ ഒത്തുവരണം. നമ്മുടെ പ്രവൃത്തികൾ, സജ്ജന സംസർഗങ്ങളും ഈശ്വര പ്രേമമാകുന്ന ഭക്തിയും ആരാധനയും എല്ലാം കൂടെ നിറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ആ ചൈതന്യത്തെ ആവാഹിച്ച് നമ്മളിലേക്ക് ഒരുപാട് കടത്തി ഹൃദയം മുതൽ നിറഞ്ഞു പറ്റത്തുള്ളൂ. അതിന് നമ്മൾ പ്രവൃത്തി നന്നാവണം. ഈശ്വര ചൈതന്യം എല്ലാത്തിലും ഉണ്ടെന്ന് കരുതി നമ്മൾ ദുഷ്പ്രവൃത്തി ചെയ്താൽ നമ്മുടെ ഉള്ളത്തിൽ വസിക്കുമോ? അത് ചിന്തിക്കുക പോലും ഇല്ല. ഇങ്ങനൊരു ചൈതന്യം ലോകത്തുണ്ടെന്ന് പോലും അങ്ങനെയുള്ളവർക്ക് അറിയില്ലല്ലോ. അറിവുണ്ടാകണമല്ല, ഇങ്ങനെ പരമാത്മാവ് എല്ലായിടും വസിക്കുകയാണോ? ഇത് നമ്മൾ അറിയുമ്പോഴല്ലേ അറിയുന്നത്. അല്ലാത്തവർക്ക് എന്തറിയാം? അവർ ഈ ലോകത്ത് വെറുതെ ജീവിച്ചു പോകുന്നത്. ഇത് ഞാൻ ഈശ്വര ചൈതന്യത്തിലാണ് ഇങ്ങനെ വസിക്കുന്നതെന്നോ നമ്മുടെ ഉള്ളത്തിലും പരമാത്മ ചൈതന്യം ഉണ്ടെന്നോ അവർ തിരിച്ചറിയുന്നില്ലല്ലോ. ആ തിരിച്ചറിയാത്തത്തോളം കാലം എന്താ? അജ്ഞാനിയല്ലേ, അപ്പോൾ അന്ധതയല്ലേ, ഇരുട്ടല്ലേ അവരുടെ ഉള്ളം. ആ ഇരുട്ട് മാറി നമ്മുടെ ഉള്ളം പ്രകാശിക്കുമ്പോഴല്ലേ നമ്മളത് ഉൾക്കൊള്ളുമ്പോഴല്ലേ വരത്തുള്ളൂ. അത് നമ്മൾ അറിയണം, അറിവ് നേടണം. പ്രാർത്ഥനയിൽ കൂടിയും ഉപദേശങ്ങളിൽ കൂടിയും ഇതുപോലെ ഗ്രന്ഥങ്ങളുടെ അനുഭവത്തിൽ കൂടിയും നമ്മൾ പ്രവൃത്തി കൂടി എല്ലാം കൊണ്ടുവന്ന് പ്രേമമാകുന്ന ഭക്തിയിൽ ആരാധിച്ച് ഭഗവാനെ നമ്മുടെ ഉള്ളിൽ അകമഴിഞ്ഞ ഭക്തിയിൽ കൂടി കൃപ വരുമ്പോൾ നമ്മുടെ ഉള്ളത്തിലിരിക്കുന്ന ഈ അഴുക്ക്, നമ്മുടെ ഉള്ളത്തിലുണ്ട് മാലിന്യങ്ങൾ, അഴുക്കുകൾ, ഇതിനെല്ലാം ഛേദിച്ച് കളയുന്നത്. എങ്ങനെയാണ് ഛേദിച്ച് കളയുന്നേ? ഈ മരം വെട്ടുകാർ വാളിനാൽ മരം ഛേദിക്കുന്നത് പോലെ ജ്ഞാനമാകുന്ന ഈ അറിവെല്ലാം കൂടെ നേടി തരുമ്പോൾ നമുക്ക് തന്നെ അയ്യോ ഇത്രയെല്ലാം കാരണങ്ങളുണ്ടോ. അപ്പോൾ ആ ഹൃദയശുദ്ധി ഇങ്ങനെ ഒഴുകി വരുന്ന ആ ജ്ഞാനം കൊണ്ട് ഉള്ളത്തിലിരിക്കുന്ന ആ അജ്ഞാനത്തെ ഛേദിച്ച് കളയും, ആ ജ്ഞാനാഗ്നി കൊണ്ട്, അറിവ് കൊണ്ട്. അപ്പോൾ നമ്മൾ അറിയാതിരുന്നാൽ കിട്ടും. ഇതൊക്കെ അറിയണ്ടേ? അറിയണമെങ്കിൽ എന്ത് വേണം? ഒരു യഥാർത്ഥ ഗുരു വേണ്ടേ? അല്ലെങ്കിൽ ഇതുപോലെ ഗ്രന്ഥങ്ങളൊക്കെ എന്തായാലും കുറച്ച് അറിവ് കിട്ടാതെ ഒന്നും നടക്കത്തില്ല. വെറുതെ ഒരാളെങ്ങനെ ഇപ്പോൾ നമുക്ക് അങ്ങനെ വെറുതെ ഒന്നും പഠിക്കാതെ 10ാം ക്ലാസ് പാസ്സാവാൻ പറ്റുമോ? അത് ഒരാൾ പഠിപ്പിക്കാതെ എങ്ങനെ ആ 1ാം ക്ലാസ്സിലായാലും ഹരിശ്രീ എന്നും അക്ഷരങ്ങളും പഠിക്കാതെ ഒരാൾ എങ്ങനെ പരീക്ഷ എഴുതാൻ പറ്റും? അത് 2ിലോട്ട് കാരണം അവിടുത്തെ അത്രയും പാഠം നമുക്ക് കിട്ടണം. 2 ചിലപ്പോൾ അതിൻ്റെ പാഠം കിട്ടണം. അത് ഒരാൾ പഠിപ്പിക്കാതെ വെറുതെ എന്ന് ആരും ഒരു അച്ഛനോ അമ്മയോ ആരും നമ്മളെ പഠിപ്പിക്കാതെ എങ്ങനെ അറിവുണ്ടാവും? അറിയണമെങ്കിൽ അറിവുള്ളവർ പറഞ്ഞെന്നെങ്കിലല്ലേ പറ്റൂ. അതുപോലെ തന്നെയാണ് നമ്മൾ 10ാം ക്ലാസ്സിലും കോളേജിൽ പോയാലും എല്ലാം ഒരു ഗുരു നമുക്ക് പറഞ്ഞു തരാണ്ട് ഒരിക്കലും നമുക്ക് തന്നെ പഠിക്കാൻ പറ്റില്ല. കുറേയൊക്കെ നമ്മുടെ അച്ഛനോ അമ്മയോ അങ്ങനെ ആണെങ്കിൽ ശരിയാ. ഒരു ഡോക്ടറാണ് നമ്മുടെ അച്ഛനാണ് അമ്മയാണെങ്കിൽ നമുക്ക് ആ ഒരു വകുപ്പ് നമുക്ക് അച്ഛനും അമ്മയും പറഞ്ഞാൽ കുറേ മനസ്സിലാവും, അങ്ങനെ പഠിച്ചെടുക്കാം. അല്ലാതെ അപ്പോൾ അമ്മയും അച്ഛനും ഗുരുവാകും. ആരും ഗുരുക്കന്മാരില്ലാതെ ഒരിക്കലും ആർക്കും ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്നുകിൽ നമ്മുടെ ഉള്ളത്തിൽ ഒരു ഈശ്വരജ്ഞാനം നമ്മൾ വേണം. ഈശ്വരൻ തന്നെ ഒരു ഗുരുവായി നമ്മുടെ ഉള്ളത്തിൽ വേണം, മനസ്സിൽ തോന്നിപ്പിക്കുക. അത് അത്രത്തോളം ഭക്തന്മാർക്കേ കിട്ടും. അതെന്താ? കഴിഞ്ഞ ജന്മത്തിൽ സുഹൃതം ഉള്ളതുകൊണ്ടാണ് ആ ഉള്ളിൽ വന്നത്. കഴിഞ്ഞ ജന്മം എന്തൊക്കെയോ കുറേ നേടി വച്ചതിൻ്റെ ഗുണം ഉള്ളിലുണ്ട്, ആ അറിവുണ്ട്. അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലെന്താ വെറുതെ കിട്ടുന്ന കഴിഞ്ഞ ജന്മം പഠിച്ച് വെച്ചതുകൊണ്ടാണ് കിട്ടുന്നത്. അല്ല വെറുതെ വരത്തില്ല. ആർക്കും വെറുതെ എങ്ങനെ വരാം? നമ്മൾ തന്നെ ചിന്തിച്ച് നോക്ക്. ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചു വന്ന് എങ്ങനെ കുഞ്ഞ് അമ്മ എന്ന് പോലും വിളിക്കണമെങ്കിൽ ആ കുഞ്ഞിന് പിന്നെ ജന്മനാ ഒരു വാസനയുണ്ട്. എല്ലാ മൃഗങ്ങൾക്കും പറഞ്ഞെടുക്കാണ്ട് അമ്മാന്ന് വിളിക്കുമെന്ന് പറയാം. അതൊരു ശക്തി ചൈതന്യമാണ്. അത് ലോകമാതാവിന് ശക്തി കൊണ്ടാണ്. അതല്ല അച്ഛ എന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ ആ അമ്മ പറഞ്ഞു കൊടുത്തേ അച്ഛനെന്ന് അറിയാൻ പറ്റും. അമ്മ എന്ന് വാ തുറക്കത്തില്ല, വെറും മാന്ന് കുഞ്ഞ് കരയുന്നു അമ്മാന്നാന്നല്ലോ. അതുകൊണ്ട് അമ്മ എന്ന് ഏത് മൃഗത്തിനും അങ്ങനെ ഒന്നുണ്ട്. അല്ലാതെ അച്ഛ എന്ന് നമ്മൾ ഒരു കുട്ടിയോ ഒരു മാതാവോ പറഞ്ഞു കൊടുക്കാൻ മക്കളെ അച്ഛൻ. അപ്പോഴാണ് ആ 2 അക്ഷരം നമുക്ക് അച്ഛ എന്നുള്ള 2 അക്ഷരം. കാരണം ഇന്നിന് അക്ഷരത്തിന് വിലയില്ല. അപ്പോൾ അല്ലെങ്കിൽ 3 അക്ഷരം ആയിക്കോട്ടെ. ചീവും ചായും കൂടെ വെറും 2 അക്ഷരം അല്ലല്ലോ, 2.5 അക്ഷരം ഉണ്ടെന്ന് കുട്ടിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ആരും പറഞ്ഞു കൊടുക്കാതെ പറ്റത്തില്ല. അപ്പോൾ നമുക്കും ഇതുപോലെ ഒരു യഥാർത്ഥ ഗുരു കുറേയൊക്കെ നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ കുറേ മനസ്സിൽ വായിച്ചൊക്കെ മനസ്സിലായി ദൈവം തന്നെ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് കാട്ടിത്തരും, മനസ്സിലാക്കി തരും. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്താ വായിച്ചത്? യഥാർത്ഥ ഒരു ഗുരുവിനെ കണ്ടെത്തുന്നതാണ്. എല്ലാവരും യഥാർത്ഥ ഗുരുക്കന്മാരല്ല, കള്ളസന്യാസികളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. എന്നാൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഗുരുവിനെ മനസ്സിലാക്കുന്നത്? അത് നമുക്ക് നോക്കാം. നിത്യജ്ഞാനാനന്ദ വസ്തുവിങ്കിൽ ചിത്തം ലയിപ്പിക്കും വിദ്യയുള്ളോൻ. അവൻ യഥാർത്ഥ അറിവുള്ളവൻ, ജ്ഞാനമുള്ളവൻ. ഈ ലോകത്തിലെ അറിവല്ല, നമ്മുടെ ആധ്യാത്മികമായ അറിവ് നേടിയ ഒരു വിദ്യ ഉള്ളവൻ നിത്യവും എന്ത് ചെയ്യും? ജ്ഞാനമാകുന്ന ആനന്ദം. ആ ജ്ഞാനം ഈശ്വരൻ അറിവാകുന്നു. ആ ജ്ഞാനം, ആ അറിവ്
ആനന്ദമാണ്. ആ ആനന്ദം എവിടെ ഇരിക്കുന്നു? പരമാത്മാ ചൈതന്യത്തെ ഉൾക്കൊള്ളുമ്പോൾ ആനന്ദ വസ്തു ചെന്ന് എത്തിപ്പിടിക്കണം. എന്താ? ലയിക്കണം നമ്മുടെ ചിത്തം. അപ്പോൾ നിത്യജ്ഞാന ആനന്ദ വസ്തുവെങ്കിൽ ആ പരമാനന്ദത്തിൽ ലയിക്കുന്ന ഒരു വ്യക്തി എന്തോ ലയിക്കണം? ചിത്തം, നമ്മുടെ മനസ്സിനെ. കാരണം ഈ മനസ്സിനെ ലയിപ്പിക്കണമെങ്കിൽ തന്നെ എന്തെല്ലാം കടമ്പ കടക്കണം? ഈ ഇന്ദ്രിയങ്ങളെല്ലാം നമ്മളെ മനസ്സാകുന്ന ഇന്ദ്രിയവും ആ മനസ്സ് നേത്രേന്ദ്രിയത്തിൻ്റെ കൂടെ ഓടിപ്പോകും, ചെവിയുടെ കൂടെ ഓടിപ്പോയി, എല്ലായിടും ഓടിപ്പോകുന്ന ഒരു മനസ്സാണ്. ആ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെല്ലാം അടക്കണമെങ്കിൽ ഒത്തിരി വേലയുണ്ട്. ഈ പ്രപഞ്ചത്തിലേക്ക് കാണുന്ന ഒന്നും കാണാതെയും കേൾക്കാതെ എല്ലാം ത്യജിച്ച് വരുന്ന ഒരു മനസ്സുകൊണ്ടെല്ലാം ത്യജിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് ലയിപ്പിക്കാൻ പറ്റൂ. കാരണം അതിലേക്ക് ശ്രദ്ധ പോകുമ്പോൾ മനസ്സെങ്ങനെ ബ്രഹ്മാനത്തിൽ ലയിക്കും? ബ്രഹ്മാനത്തിൽ ലയിക്കണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് വിട്ടല്ലേ പറ്റൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലേക്കുള്ള നോട്ടവും കേൾവിയും, അത് കാണുന്നതും കേൾക്കുന്നതും മനസ്സുകൊണ്ട് മണക്കുന്നതും ഈ എല്ലാ 5 ഇന്ദ്രിയങ്ങളും നമുക്ക് ത്യജിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ഓടുന്ന മനസ്സിനെ അടക്കണം. ആ മനസ്സ് അടങ്ങിയെങ്കിൽ മാത്രമേ അതെങ്ങനെ അടങ്ങും? ഒരുപാട് നമ്മൾ വളരെ വളരെ ഭക്തിയിൽ പ്രാർത്ഥനയും പരമാത്മാവിനോട് ആ സ്നേഹവും പ്രേമമായ ഭക്തിയെല്ലാം വരുമ്പോൾ മനസ്സ് തനിയേ ലയം പ്രാപിക്കും. ലയം പ്രാപിച്ച് പതുക്കെ ലയിച്ച് പിന്നെ പുറമേയുള്ള ഒന്നിലേക്ക് ശ്രദ്ധ വരത്തില്ല. കണ്ണ് കാണാൻ നമുക്ക് ആനന്ദം അനുഭവിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നും കേൾക്കാൻ തോന്നത്തില്ല, കാണാൻ തോന്നത്തില്ല, പുറമേയുള്ള ഒന്നും കാണാനോ കേൾക്കാനോ ഒന്നിനും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിലെല്ലാം നിന്ന് ലയം പ്രാപിക്കുന്ന മനസ്സ് ബ്രഹ്മത്തിലേക്ക് ചേരും. ആ ബ്രഹ്മാനന്ദം ലയിക്കുമെന്നത് നമുക്ക് ഇതെല്ലാം ചെയ്ത് വരണ്ടേ? അതിനൊരു ഗുരു പറഞ്ഞു തരണ്ടേ ഇങ്ങനെയൊക്കെ ആണെന്ന്? അതെങ്ങനെ? ഈ വഴികളെല്ലാം നമ്മുടെ ഉള്ളത്തിലിരിക്കുന്ന അഴുക്കളെല്ലാം പോകണമെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്യണമെന്നും സജ്ജനങ്ങളുടെ സംസർഗം വേണമെന്നും യഥാർത്ഥമായ പ്രേമമായ ഭക്തിയിൽ ഭഗവാനെ ആരാധിക്കണമെന്നും എല്ലാം കൊണ്ട് നമ്മൾ അങ്ങനെ നേടുമ്പോഴാണ് നമുക്ക് ആ ചിത്തം ലയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരുന്നത്. സാഹചര്യങ്ങളെല്ലാം ഒത്തുവരാത്തടത്തോളം കാലം നമ്മുടെ ഹൃദയത്തിലെ ഈ അഴുക്കുകൾ, കാമക്രോധാദികളിരിക്കുന്ന ശത്രുക്കളെല്ലാം ഉള്ളിലിരിക്കും. ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ വെടുപ്പില്ലാത്തടത്തോളം കാലം ഈ ചിത്തം ലയിക്കാൻ പറ്റില്ല. അപ്പോൾ ചിത്തം ലയിച്ചെങ്കിൽ മാത്രമേ ആ കൃപ, ഈശ്വരനിലേക്ക് ആ കൃപ വരുമ്പോഴാണ് ഇങ്ങനെ ലയിച്ച് വരുമ്പോൾ ഈ സർവ്വ മാലിന്യങ്ങളും ഇവിടുന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെയാണ് ജ്ഞാനമാകുന്ന വാളിനാൽ നമ്മുടെ ഛേദിച്ച് കളയെന്ന് പറയുന്നത്. എന്താ ഛേദിക്കുക? അതിനെ ഒഴുക്കി കളയുക. ആനന്ദം അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ ഇത് പതുക്കെ ഉള്ളത്തിൽ നിന്ന് എല്ലാ മാലിന്യവും ഒഴുകിപ്പൊക്കോളും. പിന്നെ അവിടെ നിറഞ്ഞിരിക്കുന്ന എന്താണ്? പിന്നെ ആ ചൈതന്യം അങ്ങ് നിറഞ്ഞുകൊള്ളും, കൃപ. അങ്ങനെയാണ് നമ്മൾ യഥാർത്ഥമായ ആ മനസ്സ്, ചിത്തമാകുന്ന ചിത്തം ആ ലയം പ്രാപിക്കുന്നത്. അതാ ചിത്തം ലയിപ്പിക്കുന്ന ഒരാളാണ് വിദ്വാൻ. ഇതാതിൽ പറഞ്ഞ നിത്യജ്ഞാന ആനന്ദ വസ്തുവെങ്കിൽ ചിത്തം ലയിപ്പിക്കും. വെറുതെ ധ്യാനിച്ചിട്ട് ലയം കിട്ടുമോ? ഈ പ്രവൃത്തികളെല്ലാം നമുക്ക് വേണ്ടേ? സജ്ജന സംസർഗത്തിൽ കൂടിയും സന്മാർഗങ്ങളിൽ കൂടിയും അത് സൽപ്രവൃത്തികളിൽ കൂടിയും ഈശ്വര ആരാധനയിൽ കൂടിയും എല്ലാം കടന്നു വരുമ്പോഴാണ്, അതായത് സർവ്വജീവജാലങ്ങളോടും കരുണയും സ്നേഹവും എല്ലാം അങ്ങനെ ഉള്ളതെല്ലാം ഒത്തു വരുമ്പോഴാണ് നമ്മൾ നല്ലൊരു ആനന്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി തീരുന്നത്. അപ്പോഴാണ് ഈശ്വരൻ്റെ കൃപ. ഇനി നമുക്ക് ആ കുട്ടിക്ക് കൃപ കൊടുക്കണം, ഭഗവാൻ തന്നെ ചിന്തിക്കും. അപ്പോൾ ഈ ഭക്തിയും എല്ലാം ഒത്തു വരണമെങ്കിൽ ഒരു ഗുരു പറഞ്ഞു തരാണ്ട് തനിയെ വരുമോ? ഇന്ന് യോഗയ്ക്കൊക്കെ പോകുന്നവരും ഇതുപോലെ ഒന്നും അറിയാതെ പോലും ധ്യാനിച്ച് മധ്യത്തിൽ നോക്കിയിരുന്ന് ശ്രദ്ധിച്ച് ധ്യാനിക്കണം, മനസ്സിനെ ഏകാഗ്രപ്പെടണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും വരുത്താത്തവരൊക്കെ ചിലപ്പോൾ ആ കൊടുക്കുന്ന ഗുരുവിൻ്റെ ഒരു ശക്തി കൊണ്ട് ഒരു പ്രഭ കണ്ടെന്നിരിക്കാം, പ്രകാശം. പക്ഷേ അനുഭവം മേലോട്ട് വേണമെങ്കിൽ നമ്മുടെ പ്രവൃത്തി നന്നായെങ്കിൽ മാത്രമേ എന്ത് കിട്ടും? ഈശ്വരൻ്റെ കൃപയും കൂടെ കിട്ടുള്ളൂ. ഭഗവാന്റെ കൃപയല്ലേ പിന്നെ എന്തിനാ? നമുക്കൊരു വാക്ക് സംസാരിക്കണമെങ്കിൽ പോലും ആ പരമാത്മാവിൻ്റെ കൃപ നമുക്ക് വന്നെങ്കിൽ മാത്രമേ പറ്റില്ലേ. ഒന്നും എന്ത് പറയണമെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. വെറുതെ ഒന്നും പഠിച്ചിട്ടൊന്നും കാര്യമില്ല. പറയണമെന്നുണ്ടെങ്കിൽ നാക്കിൽ പരമാത്മാവ്, ആ ചൈതന്യമൂർത്തി, ആ ദേവി അമ്മ തന്നെ നമ്മളെ നാലും തുമ്പത്തിൽ നിന്ന് കടാക്ഷം തരണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പോലും പറ്റുള്ളൂ. അത് അനുഭവം വരുമ്പോഴേ നമുക്ക് അറിയൂ. അല്ലെങ്കിൽ ഒന്നും എന്ത് പറയണമെന്ന് പോലും നമുക്ക് അറിയില്ല. എല്ലാം പഠിച്ചൊക്കെ പക്ഷെ ഒന്നും കിട്ടത്തില്ല പറയാൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു നിത്യജ്ഞാന ആനന്ദമാകുന്ന ആ പരബ്രഹ്മ വസ്തുവിൽ ആരുടെ മനസ്സാണ്, ചിത്തമാണ് ലയിക്കുന്നത്, അങ്ങനെ ഉള്ള ഒരാളാണ് യഥാർത്ഥമായ വിദ്വാൻ. അതാണ് യഥാർത്ഥ ഗുരു. അപ്പോൾ സത്യം ഗുരുവായത് അതാണ് സത്യമായ ഗുരു. അല്ലാത്തത് എന്താണ്? അല്ലാത്ത തത്വജ്ഞൻ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട്, തത്വങ്ങളെല്ലാം പഠിച്ചു വെക്കും. രാമായണവും ഭാരതവും ഒക്കെ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ട് എല്ലാവരെയും മുമ്പിൽ വാദിച്ചൊക്കെ നടക്കും. എല്ലാവർക്കും തോന്നുക ഇയാൾ എല്ലാം പഠിച്ച് നല്ല വിദ്വാനാണ് നമുക്ക് തോന്നിക്കും. പക്ഷെ എന്താ? മിഥ്യാവാദിയാ. കാരണം അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല.
ഇതൊക്കെ പഠിച്ചു വയ്ക്കും, പക്ഷെ അനുഭവത്തിൽ വന്നിട്ടില്ല, രുചി അറിഞ്ഞിട്ടില്ല. അതായത് ശർക്കര കണ്ടിട്ട് ശർക്കരയാണെന്ന് കാണുമ്പോൾ ശർക്കര നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്ന പോലെ ചിലപ്പോൾ ശർക്കരയ്ക്ക് മധുരമാണെന്ന് കൂടെ പഠിച്ചു വയ്ക്കാം. ഒരു ശർക്കര ഇത് ശർക്കര ഇതിന് മധുരമാണെന്ന് പറയും, പക്ഷെ തിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലേ അതിൻ്റെ അനുഭവം കിട്ടുള്ളൂ. അനുഭവിക്കാത്ത ഒരാൾ ശർക്കര എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? മറ്റൊരാൾക്ക് ആ രുചി എങ്ങനെ കൊടുക്കാൻ പറ്റും? അത് കാട്ടിക്കൊടുത്താൽ മാത്രം പറയാതെ അനുഭവിച്ചറിയാനുള്ള വിദ്യ ഇദ്ദേഹത്തിന് വേണം. ഇല്ലെങ്കിൽ പിന്നെ യഥാർത്ഥമാകുന്ന എങ്ങനെയാ ഗുരു? അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരാൾ മിഥ്യാവാദിയാണ്. അപ്പോൾ യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തണമെങ്കിൽ ഇതാണ് അനുഭവം. നമ്മൾ ഒരു ഗുരുവാണ് നമ്മൾ കണ്ടാൽ അതിനെ നമ്മൾ പരീക്ഷിച്ച് നോക്കണം. ഒരാഴ്ചയെങ്കിലും ശ്രദ്ധിക്കണം എങ്ങനെ ഈ ഗുരുവിൻ്റെ ലക്ഷണങ്ങൾ, അയാൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്, ഒരു ആശ്രമം കെട്ടിയിരിക്കുന്ന അയാൾ എന്തിനു വേണ്ടി ഇരിക്കുന്ന ഒരുപാട് പേർക്ക് കിട്ടുന്ന മണ്ടത്തരങ്ങളാണ്. ഗുരുവാണെന്ന് പറഞ്ഞ് ഓടി ചെന്നിട്ട് എന്തൊക്കെയാ ഉള്ളതെല്ലാം കൈക്കലാക്കിയിട്ട് ഗുരുവിനെ അപ്രത്യക്ഷമാവാം. അത് സിദ്ധനാന്ന് പറയും ചിലപ്പോൾ വേണ്ടി വന്നാൽ. എല്ലാവരുടെയും പണങ്ങളും സ്വർണ്ണങ്ങളെല്ലാം കൈക്കലാക്കിയിട്ട് ഒരു നാൾ അദ്ദേഹത്തിന് അപ്രത്യക്ഷമാവാൻ കാണുന്നില്ല. എങ്ങോട്ട് പോയി? എല്ലാം പറ്റിച്ചുകൊണ്ട് പോയി. അതാണ് ഇന്നത്തെ മിഥ്യാവാദി ഗുരു എന്ന് പറയുന്നത്. ഒന്നും അറിവില്ല, ചിത്തം ലഭിക്കുന്ന ആൾ പറ്റിക്കൂ, ആരും പണത്തിനെ ആഗ്രഹിക്കൂ. അദ്ദേഹത്തിന് വിശപ്പുണ്ടാവുമെങ്കിൽ അയാൾക്കറിയാം, വിശക്കുന്നെങ്കിൽ ഈശ്വരനറിയാം ഒരു ഭക്തനെ നോക്കാൻ. ആ ഭക്തന് വേണ്ടുന്ന ആഹാരം ഏതെങ്കിലും ഒരു ശിഷ്യനായിട്ടോ ഒരു മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രൂപത്തിൽ വന്ന് അദ്ദേഹത്തിന് അല്പം ആഹാരം കൊടുക്കാൻ ഭഗവാൻ അറിയാം. അദ്ദേഹത്തിന് പണത്തിന് ആവശ്യമില്ല. അഥവാ ഒന്നും എങ്ങും കിട്ടിയില്ലയോ, ഒരു വീട്ടിൽ കയറി അല്പം ആഹാരം ചോദിക്കാൻ അയാൾക്ക് നാണക്കേടുമില്ല. ഒരു ഭക്തന് മാനാപമാനം ഇല്ല. ആരുടെ കൂടെ എന്തും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കാനുള്ള ഒരു ഹൃദയം അദ്ദേഹത്തിന് ഉണ്ട്. എല്ലാം സഹോദരങ്ങളാണെന്ന് കാണും. ആരോടെ ചോദിച്ചാൽ അയാൾക്ക് അജ്ഞാനമില്ല. ഇഷ്ടമുള്ളത് കൊടുക്കും, ഇഷ്ടമുള്ളത് കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് അതിൽ ഖേദവും ഇല്ല. കൊടുത്തെന്നും പറഞ്ഞ് അയാൾക്ക് അവരുടെ സന്തോഷവും വേണ്ട, കൊടുത്തില്ലെന്ന് പറഞ്ഞ് അയാളുടെ ദേഷ്യവും വേണ്ട. അങ്ങനെ ഒരു യഥാർത്ഥ ഒരു വിദ്വാൻ. സന്തോഷം കൊടുത്തില്ലെങ്കിലും ഒരു മനസ്സ്, നല്ല യഥാർത്ഥമായ ഒരു മനസ്സ്. അങ്ങനെ ഒരാൾ ഒന്നും കൊടുത്തില്ലേ ഒരു കുഴപ്പമില്ല. ചിലടങ്ങില്ല, കൊടുത്തില്ലെങ്കിൽ പ്രാപിക്കൊണ്ട് പോകുന്ന കാണാം. അത് യഥാർത്ഥ ഗുരുവാണോ? അത് മിഥ്യാവാദിയല്ലേ? ചെന്ന് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ഇല്ലെങ്കിലും കൊടുക്കില്ല, ചിലർ ഉണ്ടെങ്കിലും കൊടുക്കില്ല. അവർ ഇവ മുടിഞ്ഞു പോട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ച് ചറുപറ പുറത്തുകൊണ്ട് പോകുക. അത് യഥാർത്ഥ ഗുരുവല്ല. യഥാർത്ഥ ഗുരുവിന് അതില്ല, അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ചിന്തിക്കത്തില്ല. കിട്ടേണ്ടെന്നാണെങ്കിൽ കിട്ടുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഒരു ഈശ്വരനാണ് ഇതെല്ലാം വഴികാട്ടി കൊടുക്കുന്നത്, ഈശ്വരനാണ് കൊടുപ്പിക്കുന്നതും ഈശ്വരൻ, കൊടുക്കാത്തതും ഈശ്വരൻ. അപ്പോൾ അവിടെ നല്ലതും ചള്ളും ആ വിദ്വാനും നന്മ ഒരേപോലെ കാണും. നന്മയായാലും അത് ഉൾക്കൊള്ളും, തിന്മയായാലും ഉൾക്കൊള്ളും. അങ്ങനെ ഉൾക്കൊള്ളുന്നവരാണ് യഥാർത്ഥ ഗുരു. അദ്ദേഹത്തിന് നന്മയും ഈശ്വരങ്ങളിൽ നിന്നാണ് വന്നേക്കുന്നത്, തിന്മയും ഈശ്വരങ്ങളിൽ നിന്നാണ് വന്നേക്കുന്നത്. നല്ല നന്മ മാത്രമല്ല ഈശ്വരങ്ങളിൽ നിന്ന് വന്നേക്കുന്നത്. ഒരാൾ തെറ്റ് പറഞ്ഞാൽ അദ്ദേഹം ക്ഷമിക്കും, പക്ഷേ ഈശ്വരൻ ക്ഷമിക്കൂല. അതായത് അതും പറയുന്നുണ്ട്, ബിന്ദുമാർഗം കാണിച്ചിടുന്നവൻ തന്നെ യഥാർത്ഥ ഗുരുനാഥൻ. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് നന്നാക്കി ഒരു ശിഷ്യനെയോ ഒരു കുഞ്ഞിനെയോ നന്നാക്കി കൊണ്ടുവന്ന ബിന്ദുമാർഗം യഥാർത്ഥത്തിൽ ഒരു ജ്ഞാനം കാട്ടിക്കൊടുക്കുന്ന യഥാർത്ഥ ഗുരുവാണ്. അങ്ങനെയുള്ള ഗുരുനാഥൻ നിന്ദിക്കൊല്ല, ഒരു നാളും നിന്ദിക്കൊല്ല, അവൻ തന്നെ ഒരു നാളും വന്ദിച്ചു കൊള്ളണമെന്നാണ്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തിനെ വന്ദിച്ചാലും നിന്ദിച്ചാലും അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. കാരണം അദ്ദേഹം ദേഹം മൊത്തം ത്യജിച്ച ആളാണ്. ദേഹം എന്നുള്ള ചിന്തയില്ല, ദേഹബോധം ഇല്ലാത്ത ആളാണ്. അപ്പോഴപ്പോഴെ കണ്ടോണൊക്കെ ഇന്നിപ്പോൾ എവിടെയെങ്കിലും വേറെ സ്ഥലത്തായിരിക്കും, എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കഴിക്കും. ഇങ്ങനെയുള്ളൊരു ഗുരുവിന് എന്തെങ്കിലും ആരും നിന്ദിച്ചെന്ന് പറയാൻ വല്ല കുഴപ്പമുണ്ടോ? പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾ ആരാണ്? അത് പരബ്രഹ്മമാണ്. അദ്ദേഹം അഹം ബ്രഹ്മാസ്മിയായ ആളെ മാറാം. അതാണ് ദേഹം മാത്രമേ മനുഷ്യരൂപമുള്ളൂ, പക്ഷെ ഉള്ളത്തിൽ എന്തായിരിക്കുക? പരബ്രഹ്മമാണ്. ഈ നിന്ദിക്കുന്ന ആൾ പറയുന്നത് ആ പരബ്രഹ്മമാണ് കേൾക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഗുരു ഒന്നും അറിയാൻ വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ ഈ നിന്ദിച്ചവന് ചിലപ്പം വലിയ വിഷമങ്ങളുണ്ടാകും. കാരണം എന്താണ്? അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോൾ പക്ഷേ മനഃപൂർവ്വമായിട്ട് അവനോ കള്ളസ്വാമി ഇതാ പോകുന്നത് എന്നൊന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അദ്ദേഹം അത് അറിയാൻ വേണ്ട. അദ്ദേഹത്തെ നിന്ദിച്ചാലും സ്തുതിച്ചാലും അദ്ദേഹത്തിന് ഒരേപോലെ ഉള്ളു, സമചിത്തതയും സമദൃഷ്ടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനകത്ത് ഉള്ളിലിരിക്കുന്ന ആൾ ചിലപ്പം കോപിച്ചെന്ന് വരും. എന്നാൽ അങ്ങനെ കോപിച്ച് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഈ നിന്ദിക്കുന്ന ആൾക്ക് വല്ല സംഭവിച്ചാലും ഈ നിന്ദിക്കുന്ന അറിയത്തുമില്ല. അയ്യോ ഞാനില്ല, പോയ സന്യാസിയായിരിക്കും, സത്യമുള്ളവനായിരിക്കും, അയാളെ ഇത് പറഞ്ഞിട്ടൊക്കെ എനിക്ക് അനുഭവം വന്നത്, ഈ ദോഷം വന്നത് എന്ന് ചിന്തിക്കാനുള്ള കഴിവുമില്ല. പക്ഷെ അനുഭവങ്ങൾ വരും. ചിലർ മനസ്സിലാക്കുക, അയ്യോ ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞു, എനിക്ക് ഉടനെ ഒരു ദോഷം വന്നല്ലോ ഈശ്വര, ഞാൻ അറിവില്ലാതെ പറഞ്ഞു വേണ്ട. അങ്ങനെ അറിയുന്നവരും കാണും. പല രീതിയിലാണ്. ജനങ്ങൾക്ക് 3 ഗുണങ്ങളാണല്ലോ, പലർക്കും പല ഗുണങ്ങളാണല്ലോ. ചിലർക്ക് തീരെ അറിവില്ലാത്തവരും കാണും, തീരെ നിന്ദിക്കുന്നവരും കാണും. ചിലർ ഓർക്കാപ്പുറത്ത് അയ്യോ ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു, ഒത്തിരി അറിവ് വന്നവർ കാണും. അയ്യോ ഞാൻ അതൊരു സന്യാസി, ഒരു മഹാനായിരിക്കും, ഒരു മഹാത്മാവാണ്, ഞാൻ പറഞ്ഞ് തെറ്റായി പോയല്ലോ എന്നൊരു പ്രായച്ചിത്തൊക്കെ അയാൾക്ക് പിന്നെ പോകെ വന്നിരിക്കും. ചെറിയ കുറ്റങ്ങൾ ഈശ്വരൻ കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും, കഴിവ് കാണും. ചിലർ ഒട്ടും മനസ്സിലാകാതെ വേറെ അന്ധനായിരിക്കും, എന്ത് വന്നാലും പഠിക്കത്തുമില്ല, ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്താ? അഹങ്കാരം.
അത് നമുക്ക് ഇതിനൊക്കെ രാമായണത്തിലൊക്കെ കേൾക്കുന്നില്ലേ? ഇന്ന മഹർഷിയെ ഇന്നുവരെ കളിയാക്കി പരിഹസിച്ചു, അന്നൊക്കെ ശപിക്കും. അതുകൊണ്ട് നീ ഇങ്ങനെ കാട്ടാളനായി പോട്ടെ, അല്ലെങ്കിൽ പെരുമ്പാമ്പായി പോട്ടെ, ഇങ്ങനെയൊക്കെ അന്നൊക്കെ മഹർഷിമാർ അങ്ങനെയും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥ ഗുരുവിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന്. അദ്ദേഹം ഒന്നിനു വേണ്ടിയും ആർത്തി കാണിക്കത്തില്ല. ഈ പുറമെയുള്ള യാതൊന്നിനും ആർത്തിയില്ല. എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ നല്ലൊരു കാര്യം, ഒരു വാക്കോ ഒരു നന്മയാകുന്ന ഒരു കാര്യമോ മറ്റവർക്ക് ഒരു ഉപകാരം കിട്ടുന്ന എന്തെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെയുള്ള ആളായിരിക്കും. ഈശ്വരകൃപ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. ഒരു നോട്ടം കൊണ്ടോ ഒരു പുഞ്ചിരി കൊണ്ടോ ഒരു സ്നേഹം കൊണ്ടോ അവരാൾക്ക് നന്മ കൊടുക്കുന്നവരും ആയിരിക്കും. അപ്പോൾ യഥാർത്ഥ ഗുരുവിനെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ പെട്ടെന്ന് കയറിയ ഒരു ഗുരുവാണെന്ന് പറഞ്ഞ് ഓടിയോ നമുക്കിങ്ങനെ വിഷമം പറ്റി ഇങ്ങനെ ഇരിക്കും. അയ്യോ ഇന്നടത്ത് ഇന്നാരും എല്ലാം അതിശയങ്ങൾ, വേണ്ടാത്ത കുറേ അതിശയങ്ങളൊക്കെ കാണിക്കും ചേട്ടൻ. മിഥ്യാവാദികളും അങ്ങനെയാണല്ലോ ഇന്ന് എല്ലാം. ഇപ്പം സ്വർണ്ണക്കടയിൽ കയറി യഥാർത്ഥ സ്വർണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണം വാങ്ങിച്ചുകൊണ്ട് ഇത് ഏതാണെന്ന് തിരിച്ച് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഏതാ യഥാർത്ഥ നമ്മൾ അങ്ങനത്തെ കാലമായി. ഇപ്പോൾ സത്യമായ ഗുരു ഏതാണെന്നും മിഥ്യയായ ഗുരു ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതിനെന്ത് വേണം? സ്വർണ്ണം കുറച്ച് നാൾ നമ്മുടെ കയ്യിൽ കിടക്കുമ്പോൾ സ്വർണ്ണമാണെങ്കിൽ സ്വർണ്ണമായിട്ട് തന്നെ കിടക്കും. പിന്നെ മിഥ്യയാണ്, അത് വരവാണെങ്കിൽ അത് എന്ത് ചെയ്യും? കുറച്ച് ദിവസം ഒരു 1-2 ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ മങ്ങി കറക്കും. അതുപോലെ നമ്മൾ കുറച്ച് ദിവസം എന്ത് ചെയ്യണം? ഈ യഥാർത്ഥ ഗുരുവാണെന്ന് അറിയാൻ കുറച്ചാൾ നമ്മളൊന്ന് സമാധാനിക്കണം. എങ്ങനെ ഉണ്ടെന്ന് കണ്ടിരിക്കണം, ചെന്ന് അകപ്പെടരുത്. അത് പോകെ നമുക്ക് അത് യഥാർത്ഥ ഗുരു തന്നെ. അദ്ദേഹത്തിന് മുമ്പിൽ ആരും ദക്ഷിണയും വെക്കുന്നില്ല, പണവും വെക്കുന്നില്ല, ആഹാരം, അദ്ദേഹം അവിടെ ഇരുന്ന് ധ്യാനിക്കുന്നു. യാതൊന്നിനും ആവശ്യമില്ല. അങ്ങനെയൊക്കെ വരുന്ന നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും കുറച്ച് അങ്ങനെ മാത്രമേ പിന്നെ നമുക്ക് അദ്ദേഹം ഒരു ഈശ്വരജ്ഞാനിയാണെന്നും ഒരു യഥാർത്ഥ ഗുരുവാണെന്ന് നമ്മൾ മനസ്സിലാക്കി വരണം. പ്രവൃത്തി കൊണ്ടാണ് അറിയുന്നത്. പ്രവൃത്തി കൊണ്ടെല്ലാം നമുക്ക് അറിയാൻ പറ്റും. പ്രവൃത്തി എന്ന് വെച്ചാൽ നല്ല പ്രവൃത്തികൾ. സാക്ഷാൽ യഥാർത്ഥമായി ഈശ്വരന് ലോകത്ത് ഈ പരമാത്മാവിനെ ഒന്നും തന്നെ ചെയ്യേണ്ടതായിട്ടുമില്ല, ചെയ്യാനുമില്ല, ഒന്നുമില്ല. അദ്ദേഹം അവിടെ പരമ്പരന് ഒന്നും തന്നെ വേണ്ടതാനും. അതുപോലെ തന്നെ ഒരു സന്യാസി എവിടെയെങ്കിലും നീ ധ്യാനിച്ചിരുന്നാൽ അദ്ദേഹത്തിന് ലോകത്ത് ചെയ്യേണ്ടതായിട്ടുമില്ല, അദ്ദേഹം ആരിലും ഒന്നും മേടിക്കേണ്ടതായിട്ടില്ല. വിശപ്പ് വരുമ്പോൾ ആരെങ്കിലും കയ്യിൽ ഒരു പഴമോ ഇത് കൊടുത്താൽ തൃപ്തികരമായിട്ടല്ല വാങ്ങിച്ച് കഴിച്ചോളും. അങ്ങനെയൊക്കെയാണ് ഈ സന്യാസിമാരെ കണ്ട് മനസ്സിലാകുന്നത് യഥാർത്ഥ. അതുകൊണ്ട് ഞാൻ ഇത്രയും എൻ്റെ മക്കൾക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ അറിയത്തില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.